നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡ് കേട്ടില്ലേ? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന അവസ്ഥ. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ചല്ല, ഇൻഫിനിറ്റി സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രണ്ട് വെള്ളത്തിലൊന്നും അല്ല, കാണുന്ന വെള്ളത്തിലെല്ലാം കാല് ചവിട്ടുന്ന അവസ്ഥ. വേറെ ആരുമല്ല ആള്, നമ്മുടെ ആദിലയാണ്. ശൈത്യ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ചു വന്നത് മുതൽ ആദില ശൈത്യയോടൊപ്പം ചേർന്ന് അനുമോളെ കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. അനുമോള് ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ബിൻസി, അപ്പാനി, ശൈത്യം കൂടിയിട്ട് ആക്രമിച്ചപ്പോൾ അതിന് കൂടെ നിന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞത് ആദിലയായിരുന്നു. അനുമോളെ ഒരിക്കലും ന്യായീകരിക്കല്ല. അനുമോൾ കുലസ്ത്രീ ചമഞ്ഞ് അവിടെ ഒരുപാട് വിവാദ പരാമർശങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ആദിലയെ കുറിച്ച്. ശൈത്യം വന്നതിൽ പിന്നെ ആദിലയും അനുമോളും നൂറയും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളിപ്പോൾ ഫൈനൽ 7 എത്തിയിരിക്കുകയാണ്, ഫൈനൽ 5 ഉടനെ എത്തും, അതായത് 2 പേർ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുമെന്ന്. ഇത് കേട്ട ഷാനവാസ് ഇപ്പൊ പിരിഞ്ഞു നിൽക്കുന്ന അനുമോളെയും ആദിലയും നൂറയും കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പൊ ഷാനവാസ് ആ വഴക്ക് പാച്ചപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ബിഗ് ബോസ് ഇത് പറയുന്നത് ശൈത്യം വന്ന് 3-ാം ദിവസമാണ്. ആ 3 ദിവസവും ഷാനവാസിന് തോന്നിയില്ല ഇവരുടെ വഴക്കൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണം, ഇവരെ വീണ്ടും പഴയ പോലെ കൂട്ടുകാരാക്കണമെന്ന്. അപ്പൊ ഷാനവാസിന് നന്നായിട്ടറിയാം അനുമോൾക്കെതിരെ നിന്ന് ഈ കുത്തുന്നത് ആദിലയും നൂറയും പുറത്തു പോകാനുള്ള വാതിൽ തുറക്കുന്നതിന് തുല്യമാണെന്ന്. അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഷാനവാസ് ഇടപെട്ട് ഈ പ്രശ്നമെല്ലാം പരിഹരിച്ച് എല്ലാരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ കഥ മാറുന്നത് ഇന്ന് രാവിലെയാണ്. ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് വന്നപ്പോൾ ആദില വീണ്ടും സ്റ്റാൻഡ് മാറ്റി. അനുമോൾ ആര്യനെ നരമ്പനെന്ന് വിളിച്ചടക്കം ഓരോരോ കാര്യങ്ങൾ അനുമോൾക്കെതിരെ അക്കമിട്ട് നിരത്തി ആദില പറയുകയാണ്. അതില പറയുന്നത്, എന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ചത് അനുമോളാണ്, യാതൊരു ജെനുവിനിറ്റിയും ഇല്ലാത്തൊരു കാര്യം പ്രതികരിക്കാതെ കേട്ടോണ്ട് നിൽക്കാൻ പഠിപ്പിച്ചത് അനുമോളാണ്. പിന്നീടൊരു കൊട്ടു കൊടുക്കുന്നത് ഷാനവാസിനാണ്. ഷാനവാസിനെ കൊട്ടണമെങ്കിൽ ആരെ പൊക്കി പറയണം? അക്ബറിന്. അതിൽ പറയാണ്, എനിക്ക് ഈ വീട്ടിൽ സോറി പറയേണ്ടത് അക്ബറിനോടാണ്. മറ്റു പലരുടെയും വാക്ക് കേട്ട് ഞാൻ അക്ബറിനെ ഒരുപാട് തെറ്റിദ്ധരിക്കുകയും ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അതിനെ സോറി പറയുകയാണ് അതില. ഇന്നലെ രാത്രി മുഴുവൻ മാക്കോട്ടയിലായിരുന്നല്ലോ വെള്ളം കോരിയെന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ്. കാരണം ഇന്നലെ പാതിരാത്രിക്ക് ഇരുന്ന് പാച്ചപ്പാക്കിയ കേസാണിത്. അതില ഇങ്ങനെ വന്ന് കളം മാറുമെന്ന് ഷാനവാസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതില ഇരട്ടത്താപ്പുകാരിയാണ്, വിഷമാണെന്നൊക്കെ പറയുന്നവരോടുള്ള ഒരു മറുപടി കൂടി അതിൽ രാവിലെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ശരിയെന്ന് അന്നേരം തോന്നുന്ന കാര്യം ഞാൻ അതുപോലെ തന്നെ പറയും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അനുമോൾ ജെനുവിൻ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദില കേട്ടുകൊണ്ട് നിന്നത്? അപ്പോൾ പ്രതികരിച്ചുകൂടായിരുന്നു? അപ്പോൾ ഇന്ന് രാവിലെ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ ആദില തൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പുറന്നടിച്ച് പറഞ്ഞ് അതവിടെ തീർത്തിരിക്കുകയാണ് എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. കുറച്ച് മുന്നേ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ഹീറോ എഡിറ്ററിനെയാണ് ബിഗ് ബോസിന് കിട്ടിയിരിക്കുന്നത്. ഹൗസിനുള്ളിൽ നടക്കുന്ന എല്ലാ ഇവന്റ്സും എഡിറ്റ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും സൗഹൃദങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അങ്ങോട്ട് കണ്ടതും അനുമോളും ആദിലയും നൂറയെല്ലാം പൊട്ടിക്കരയുക മാത്രമല്ല ആദില ഓടി വന്ന് അനുമോളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമാണ്. കഴിഞ്ഞ 3 ദിവസമായി പുറകെ നടന്ന് കുത്തി, ഇന്നലെ രാത്രി അത് സോൾവ് ആക്കി, ഇന്ന് രാവിലെ വീണ്ടും കുത്തിയിട്ട് ഇപ്പോൾ അനുമോളെ കെട്ടിപ്പിടിക്കുന്നു ഓടിച്ചെന്ന്. ആദില വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ശൈത്യയുടെ മുഖം നമ്മൾ കാണേണ്ടതാണ്. ശൈത്യക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ശൈത്യയും നൂറയും എല്ലാവരോടും വന്ന് കെട്ടിപ്പിടുത്തവും കൂട്ടക്കരച്ചിലും. ഈ കെട്ടിപ്പിടുത്തവും സംഘം ഒക്കെ എത്ര നേരത്തേക്കാണെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാം അല്ലേ? കൂടിപ്പോയ വൈകുന്നേരം. അതിനുള്ളിൽ നിന്ന് ആദിലയുടെ നിലപാട് വീണ്ടും മാറും. ഈ ബിഗ് ബോസ് 7 സീസണിന്റെ നിലപാടുകളുടെ രാജകുമാരിയാണ് ആദില.